നമ്മൾ മനസ്സിലാക്കി ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടാൻ പറ്റി കേട്ടോ. ഒത്തിരി പേര് ചിലരുടെ അനുഭവമാണത്, വലിയ അനുഭവമാണ് സത്യത്തിൽ. അനിൽ നമ്പ്യാർക്ക് അറിയാവുന്ന പോലെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സിംഫണിയല്ലേ ഇവിടെ. കൊട്ടു മാത്രമല്ലല്ലോ, ഇതിൻ്റെ ആസ്വാദനത്തിൽ നമ്മളിത് വലിയ വലിയ താരങ്ങളല്ലേ കണ്ടുമുട്ടുന്നത്. എന്തൊരു അഭിമാനമാണ് തോന്നുന്നത്. നമ്മുടെ ഈ തൃശ്ശൂരിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നവരിൽ നിന്നും ഒക്കെ ആയിട്ട് എല്ലാം പാട്ടിൻ്റെ തെച്ചിക്കൊട്ടുകാവ് രാമേന്ദ്രന്മാരാണ്. ഒക്കെ ആനപ്പൊക്കാണ്, തലയാണ്. പല സ്ഥലങ്ങളിലും ഇവരെ വേണമെങ്കിൽ പ്രദർശിപ്പിക്കുകയോ അറിയുകയോ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഈ കൊച്ചു കൊച്ചു മനുഷ്യരിൽ നിന്ന് വളർന്നു വന്ന മഹാപ്രതിഭകൾ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ കൊട്ടു മാത്രം കേൾക്കാൻ വരുന്നവരല്ല, ഈ വെടി മാത്രം കാണാൻ വരുന്നവരല്ല, കൊടമാറ്റത്തിൻ്റെ നിറം മാത്രം കാണാൻ വരുന്നവരല്ല. ഈ പറമ്പിൽ തത്തയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന ചേച്ചി മുതൽ ഇവിടുത്തെ മേളപ്രമാണിക്ക് വരെ അവരവരുടെ ദൗത്യം നിർവഹിക്കാനുണ്ട്. അതൊക്കെ കൂടി ഇതാണ്. എല്ലാവരും ഒരുമിച്ച് മടത്തി വരവ് കാണാൻ പോകും, എല്ലാവരും ഒരുമിച്ച് പാറമേക്കാവിൻ്റെ ചെമ്പട കേൾക്കാൻ പോകും, എല്ലാവരും ഒരുമിച്ച് എലഞ്ഞിത്തറയ്ക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ പലതിലും സംതൃപ്തിയാവും. അപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഞാൻ രാവിലെ 5 മണിക്ക് കണിമംഗലം ശാസ്താവിൻ്റെ അവിടെ നിന്ന് നടന്ന് യാത്ര തുടങ്ങിയതാണ്. 5.5 മണിക്കൂർ. വിയർപ്പ്, വെയിൽ, വെള്ളം കിട്ടായ്മ, ഇങ്ങനെ ഒന്നൊരു പ്രശ്നമില്ലല്ലോ. ഇതിങ്ങനെ പൂര 36 മണിക്കൂർ. നെയ്തലക്കാവ് ഭഗവതി പൂര വിളംബരം ചെയ്താൽ 36 മണിക്കൂർ. ഇവിടെ പലരും വന്നിട്ട് പറയും, അയ്യോ ഞാനില്ലേട്ടാ, ഭയങ്കര വെയിലായിരുന്നു, വെള്ളം. പിറ്റേ തവണ ആദ്യം ഒരാളായിരിക്കും, ആദ്യത്തെ ടിക്കറ്റ് എടുക്കാൻ വരെ മൂപ്പരായിരിക്കും. തൃശ്ശൂരിന് കണ്ടാൽ പൂരം മതിയാവില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കലാകാരന്മാരെ കാണാൻ പറ്റുന്ന ഒരു അപൂർവമായിട്ടുള്ള കേന്ദ്രം കൂടിയായിട്ട് ഇത് മാറുകയാണ്. ഇപ്പോൾ ചാനലുകളൊക്കെ കൂടി വന്നതോടുകൂടി ഇവരെ കുറച്ചുകൂടി ജനസമക്ഷം അവതരിപ്പിക്കാനുള്ള വലിയ ഓളായി, വലിയ ചാൻസായി. പലയിടത്തും ഇരുന്ന് കാണുന്നവരൊക്കെയാണ്, അയ്യോ പോന്നാ മതിയായിരുന്നു. ഇപ്പോഴും പറയാണ്, പോന്നോ, ഒരു പ്രശ്നമില്ല. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പെരുവരിലെങ്കിലും കുത്തി നിൽക്കാണ്ട്. ഇല്ലെങ്കിൽ തൃശ്ശൂർക്കാരുടെ മനസ്സുണ്ട്, ധൈര്യമായിട്ട് പോരാ, ഇവിടെ ഒരു പ്രശ്നമില്ല. അല്ല, അപ്പോൾ ഈ പൂരപ്പറമ്പിൽ വരുമ്പോൾ ഈ കലാകാരനുള്ളിലെ എന്താണ് ഇപ്പോൾ ചിറക് വിടർത്താൻ പോകുന്നത്? പാട്ടാണോ? സാധാരണ കലാകാരൻ സംഘാടനത്തിന്റെ ടെൻഷൻ ഒഴിവാക്കിയിട്ടുള്ള കാര്യമുണ്ട്. പഴയ പോലെയാണെങ്കിൽ അത് വേറെ പാട്ടുകാരെ കൂട്ടത്തിൽ വെക്കണുള്ളൂ. പഴയ പോലെയാണെങ്കിൽ എന്തും തുറന്ന് ആസ്വദിക്കാൻ പറ്റും. മന്ത്രിയായതിനു ശേഷം വലിയ പ്രശ്നമാണ്. ഇവൻ പാടി ഞാൻ നമുക്ക് അന്ന് ഒരുമിച്ച് നമ്മുടെ തൃശ്ശൂരിനെ കുറിച്ചുള്ള ഒരു പാട്ട് ആയിക്കോട്ടെ. ഞാനിപ്പോ കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്ന് കാണണ കാന്ത, പൂരമെനിക്കൊന്ന് കാണണ കാന്ത, പൂരമെനിക്കൊന്ന് കൂടണ കാന്ത, പൂരമെനിക്കൊന്ന് കൂടണ കാന്ത, വെടിക്കെട്ടി എനിക്കൊന്ന് കാണണ കാന്ത, വെടിക്കെട്ടി എനിക്കൊന്ന് കാണണ കാന്ത, വെടിക്കുറ്റി അതിലൊന്ന് കൊളുത്തണ കാന്ത, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ.